ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മുടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം മനുഷ്യന് രക്ഷ നൽകിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വീണ്ടും ജനിച്ചിരിക്കുന്നു. അവൻ ജീവനുള്ള പ്രത്യാശയിൽ ജീവിക്കുന്നു. വീണ്ടും ജനനത്താൽ ഒരു മനുഷ്യൻ ദൈവപൈതലായിത്തീരുന്നു. നിത്യജീവന് ഓഹരിക്കാരനാകുന്നു. ദൈവിക വാഗ്ദത്തത്തിൻ്റെ പങ്കാളിയാകുന്നു. രക്ഷിക്കപ്പെട്ട ദൈവപൈതലായിത്തീരുന്ന ഒരു വ്യക്തിയുടെ അവകാശം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മെ ദൈവത്തിനെ സ്വന്തമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അവൻ നമ്മെ നിറയ്ക്കുന്നു. യേശുക്രിസ്തു സർവ്വ മാനവരാശിക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിച്ച് ജീവനുള്ള പ്രത്യാശയിലായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.